ശ്രീഭക്തിഭാവ പ്രണിധാനദ ജ്ഞാനസാര ശ്രീസ്നേഹരൂപ സുഭഗേശ്വര ശാന്തിദാത ശ്രീമുക്തിദാത വരദായക പാവനാത്മൻ അവതീര്യതാ മമ വിഭോ മമ സുപ്രണാമം. ഒരു നൂറ്റാണ്ട് നീളുന്ന വിശ്വാസ പരമ്പരയുടെ പ്രകാശം പ്രഭാജ്വാലയായി ഇന്നും പ്രചോദനമായി നിലകൊള്ളുന്ന ശുഭവേളയിൽ ദൈവാനുഗ്രഹീതമായ ദർശനത്തിൻ്റെ തുടക്കം. ലോകം മുഴുവനും പ്രഭ വിതറുന്ന ഒരു പുണ്യ ഇതിഹാസത്തിൻ്റെ തുടക്കം. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും അതീവ നൊമ്പരങ്ങളുടെയും വിസ്മയകരമായ സമർപ്പണത്തിൻ്റെ മഹത്തായ ചരിത്രം. നമുക്ക് നൽകപ്പെട്ട ദൈവദാനം പോലെ 100 വർഷങ്ങളായി കരുണയുടെ ദീപ്തി പകരുന്ന ഈ സന്യാസി സമൂഹത്തിൻ്റെ പവിത്രമായ ആരംഭ സഞ്ചാരത്തിൻ്റെ വഴികളിലൂടെ ഒരു നൂറ്റാണ്ടിലെ വേദനകളും വിജയങ്ങളും കഠിന നടപടികളും എല്ലാം ദൈവത്തിൻ്റെ പ്രത്യാശാതലങ്ങൾ പോലെ ഈ സമൂഹത്തിന് നൽകുകയും ചെയ്ത സമർപ്പിതരുടെ ചരിത്രം. നൂറ്റാണ്ടിൻ്റെ അനുഗ്രഹീത കാലങ്ങൾ എഴുതിയ ചരിത്ര വഴികളിലൂടെ ഒരു ഹ്രസ്വ സഞ്ചാരം. സെപ്റ്റംബർ 30 ഈ സഭയുടെ തുടക്കം. പരിപൂർണമായും ദൈവാശ്രിതത്തിൽ തുടങ്ങിയ ഒരു സന്യാസ സമൂഹം. സ്ഥാപക ഓസ്ട്രിയക്കാരിയായ ഡോക്ടർ അന്ന ഡെങ്കൽ. ഈ യുവതിക്ക് പ്രേരണ ലഭിച്ചതാകട്ടെ ആഗ്നസ് മക്ലാരൻ എന്ന സ്കോട്ട്ലൻഡുകാരിയും 60-ാം വയസ്സിൽ കത്തോലിക്കയുമായ ഒരു പ്രിസ്ബിറ്റേറിയൻ ഡോക്ടറിൽ നിന്ന്. അന്ന് ക്രിസ്ത്യൻ മിഷൻ ആശുപത്രികൾ നടത്തിയിരുന്നത് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ മാത്രമായിരുന്നു. കത്തോലിക്ക മിഷനറിമാർക്ക് സാധിക്കാതിരുന്നതിന് ഒരു പ്രധാന കാരണം കത്തോലിക്ക സഭാ നിയമത്തിൻ്റെ വിലക്കായിരുന്നു. സന്യസ്തർ പ്രസവ ശുശ്രൂഷ നടത്താൻ പാടില്ലായിരുന്നു. 40 വയസ്സ് മുതൽ മെഡിക്കൽ ഡോക്ടറായി പാവപ്പെട്ടവർക്ക് സേവനം ചെയ്തിരുന്ന ആഗ്നസ് മക്ലാരൻ 60-ാം വയസ്സിൽ കത്തോലിക്ക ആയതിനു ശേഷം കത്തോലിക്ക മിഷനുകളിലെ വാർത്തകൾ കൂടുതൽ ശ്രദ്ധിച്ചു. വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ പാകിസ്ഥാൻ, പർദ്ദാധാരികളായ സ്ത്രീകളുടെ ദയനീയ അവസ്ഥയെപ്പറ്റി അറിയാനിടയായി. വനിതാ ഡോക്ടർമാരുടെ അഭാവത്തിൽ അനേകം സ്ത്രീകൾ വേണ്ടത്ര പരിചരണം കിട്ടാതെ പ്രസവത്തോടെ മരണമടയുന്ന ദുസ്ഥിതി. പുരുഷ ഡോക്ടർമാരെ കാണാൻ ഇസ്ലാം നിയമം തടസ്സം. ഇവയെല്ലാം ഡോക്ടർ മക്ലാരനെ അസ്വസ്ഥയാക്കി. കത്തോലിക്ക സഭയുടെ ഈ കാനൻ നിയമം മാറ്റിയേ മതിയാവൂ എന്ന് അവർക്ക് മനസ്സിലായി. അതിനായി മെത്രാന്മാരുടെ സഹായത്തോടെയും നേരിട്ടും തൻ്റെ വാർദ്ധക്യം വകവയ്ക്കാതെ തന്നെ റോമിലേക്ക് നിവേദനങ്ങളുമായി പോയി. റാവൽപിണ്ടിയിൽ ഒരു ചെറിയ വനിതാ ഹോസ്പിറ്റൽ പണി ആരംഭിച്ചു. ഫണ്ട് ശേഖരിക്കാനായി ലണ്ടനിലെ ചില കത്തോലിക്ക വനിതകളെ ചേർത്ത് ഒരു സമാജമുണ്ടാക്കി. ഫണ്ടുണ്ടായി, ആശുപത്രി പണി പൂർത്തിയായി. ഇനി കത്തോലിക്ക വനിതാ ഡോക്ടർമാർ വേണം. കത്തോലിക്ക യുവതികൾക്ക് ഈ വെല്ലുവിളി നൽകാൻ തീരുമാനിച്ചു. ഏതാനും വർഷമെങ്കിലും മെഡിക്കൽ മിഷണറിയായി സേവനം ചെയ്യാമെങ്കിൽ മെഡിക്കൽ പഠനത്തിന് താൻ സഹായിക്കും എന്ന് ലഘുലേഖ അച്ചടിച്ച് വിതരണം ചെയ്തു. അതിലൊരെണ്ണം ഓസ്ട്രിയക്കാരിയായ ചെറുപ്പക്കാരി അന്ന ഡെങ്കലിൻ്റെ കയ്യിലെത്തി. അനുഗ്രഹീതമായ ആ നിമിഷം അന്ന ഡെങ്കൽ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അവളുടെ ഉള്ളിലെ അഗ്നിക്ക് ചിറകുകളുണ്ടായി. ഏറെ ത്യാഗങ്ങൾ സഹിച്ച് പഠനം പൂർത്തിയാക്കി റാവൽപിണ്ടിയിലെ മിഷൻ ആശുപത്രിയിൽ സേവനത്തിനായി എത്തി. ഒത്തിരി പരിമിതികൾക്കിടയിലും അവിടുത്തെ സാധു സ്ത്രീകളോട് ആദരവും സ്നേഹവും പുലർത്തി 3 വർഷം ശുശ്രൂഷ ചെയ്തപ്പോൾ മടുപ്പും ഏകാന്തതയും വല്ലാതെ അനുഭവപ്പെട്ടു.
അർപ്പിതരായ മെഡിക്കൽ മിഷനറിമാരുടെ ഒരു ടീം ഉണ്ടെങ്കിലേ ഈ ഭാരിച്ച ചുമതല തുടരാൻ പറ്റൂ എന്ന ബോധ്യത്തിൽ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ചുറ്റി സഞ്ചരിച്ച് ബോധവൽക്കരണം നടത്തി. സ്ത്രീകൾക്ക് വേണ്ടി സംഘടിക്കണം, പണം വേണം, പണിയെടുക്കാൻ ആളും വേണം. പല മെത്രാന്മാരുടെയും വൈദികരുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായം തേടി. ഒപ്പം തന്നെ സഭാ നിയമം മാറ്റുന്നതിന് ഡോക്ടർ മക്ലാരൻ തുടങ്ങിവെച്ച പരിശ്രമങ്ങളും തുടർന്നു. നിവേദനങ്ങളുമായി പരിശുദ്ധ മാർപ്പാപ്പയെ സമീപിച്ചു. ഏറെ താമസിയാതെ 2 നേഴ്സുമാരും ഒരു ഡോക്ടറും ഡോക്ടർ ഡെങ്കലിനൊപ്പം കൂടി. അങ്ങനെ 4 പേർ ചേർന്ന് സൊസൈറ്റി ഓഫ് കാത്തലിക് മെഡിക്കൽ മിഷനറീസ് അഥവാ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് എന്ന സന്യാസ സമൂഹത്തിന് തുടക്കമായി. ഓസ്ട്രിയക്കാരി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ തുടക്കം തന്നെ ഇൻ്റർനാഷണലാണ്. 1925 സെപ്റ്റംബർ 30 ഈ സമൂഹം ആരംഭിച്ചതിൻ്റെ 100ാം വർഷത്തിലാണ് നാം ഇപ്പോൾ. 1936 ഫെബ്രുവരി 11 11 പിയൂസ് മാർപ്പാപ്പ കാനൻ നിയമത്തിലെ വിലക്കുമാറ്റി സന്യാസികൾക്ക് മെഡിക്കൽ രംഗം പൂർണ്ണമായും തുറന്നുകൊടുത്തു. അതോടുകൂടിയാണ് കത്തോലിക്കാ സഭയിൽ എല്ലാ സന്യാസ സമൂഹങ്ങൾക്കും മെഡിക്കൽ മിഷൻ രംഗത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിച്ചത്. മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ ആശുപത്രികളും പരിശീലന കേന്ദ്രങ്ങളും കത്തോലിക്കാ സഭയിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് അതിവേഗം വളർന്നു. കേരളത്തിൽ മെഡിക്കൽ മിഷൻ സന്യാസ സമൂഹം ഉണ്ടായി കാണാൻ ഏറെ സ്വപ്നങ്ങൾ വെച്ച് പൂജിച്ച ഒരു യുവ വൈദികനായിരുന്നു പാലാക്കാരനും ചങ്ങനാശ്ശേരി രൂപതാംഗവുമായിരുന്ന വന്ദ്യനായ ഫാദർ സെബാസ്റ്റ്യൻ പിണക്കാട്ട്. 1936 കാനൻ നിയമം തിരുത്തിക്കുറിച്ച മഹാസംഭവവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മദർ അന്ന ഡെങ്കലിൻ്റെയും മെഡിക്കൽ മിഷൻ സന്യാസ സമൂഹത്തിൻ്റെയും വിശുദ്ധ പരീക്ഷണങ്ങളും ചില കത്തോലിക്ക പ്രസിദ്ധീകരണത്തിലൂടെ വായിച്ചറിഞ്ഞ നിമിഷം പിണക്കാട്ടച്ചൻ്റെ ഉള്ളിലെ അഗ്നി ജ്വലിച്ചു തുടങ്ങി. മദർ ഡെങ്കലുമായി കത്തിടപാടുകൾ നടത്തി. ആദ്യപടി എന്നോണം ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നും അഭ്യസ്തവിദ്യരായ 4 യുവതികളെ കണ്ടെത്തി റാവൽപിണ്ടിയിലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലേക്ക് നഴ്സിംഗ് പരിശീലനത്തിന് അയച്ചു. അഭിവന്ദ്യ ജെയിംസ് കാളാശ്ശേരി പിതാവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പിന്തുണയും ഈ സംരംഭത്തിനുണ്ടായി. 1943 ആദ്യ ബാച്ച് 4 പേർ വെറോനിക്ക വടക്കുംമുറി, സലോമി ചിറക്കടവിൽ, മാഗ്ദലിൻ നേര്യമ്പറമ്പിൽ, മേരി ജോൺ കുത്തിവളച്ചേൽ എന്നിവർ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി സന്യാസ വിളി തിരിച്ചറിഞ്ഞ് തിരികെ വന്നു. 1944 സെപ്റ്റംബർ 8 സഭാവസ്ത്രം സ്വീകരിച്ച് സന്യാസ പരിശീലനം തുടർന്നു. അതിനായി വിദേശത്ത് നിന്ന് സിസ്റ്റേഴ്സും കൂടെ വന്നു. പാലായിൽ പരുമലക്കുന്നിൽ മേരിഗിരി എന്ന പേരിൽ ഒരു താത്കാലിക സംവിധാനത്തിൽ തുടങ്ങി മെഡിക്കൽ മിഷൻ സഭയുടെ ആദ്യ ഇന്ത്യൻ ശാഖ. ഏതാനും മാസങ്ങൾക്ക് ശേഷം അഭിവന്ദ്യ കാളാശ്ശേരി പിതാവിൻ്റെ തീരുമാനപ്രകാരം മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ ആസ്ഥാനം പാലായിൽ നിന്ന് കോട്ടയത്തേക്ക് മാറ്റി. 1946 ആദ്യ ബാച്ച് വ്രതവാഗ്ദാനം ചെയ്തു. തുടർന്ന് എല്ലാ വർഷവും നഴ്സിംഗ് പരിശീലനത്തിനും മെഡിക്കൽ മിഷണറിമാരാകുവാനും യുവതികൾ മുന്നോട്ട് വന്നു. 1948 ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി ഹോസ്പിറ്റൽ ഭരണങ്ങാനത്ത് മേരിഗിരി ആശുപത്രി ആരംഭിച്ചു. 10 വർഷത്തിന് ശേഷം നഴ്സിംഗ് സ്കൂളും അവിടെ തുടങ്ങി. 1955 രണ്ടാമത്തെ ആശുപത്രി സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴ ആരംഭിച്ചു. അതുവരെ വിദേശീയരായ സിസ്റ്റേഴ്സ് സന്യാസ പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നു. ക്രമേണ ഇവിടുത്തെ സിസ്റ്റേഴ്സിനെ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ പ്രാപ്തരാക്കി. 1960 ഇത്തിത്താനത്ത് നോവിഷ്യേറ്റ് ഭവനവും പണിതു. ആൾശേഷിയിൽ വളർന്നു സ്വയം പര്യാപ്തതയിലേക്ക് ഉയരാൻ തുടങ്ങി. 1965 മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ഏറ്റെടുത്തു. അങ്ങനെ ചങ്ങനാശ്ശേരി രൂപതയിൽ 3ാമത്തെ ഹോസ്പിറ്റലും സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. 2ാം വത്തിക്കാൻ സുനഹദോസ് സഭ ദരിദ്രരോട് പക്ഷം ചേരുന്നതിനുള്ള ആഹ്വാനവുമായി മുൻപോട്ട് വന്നതിനെ തുടർന്ന് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് മദർ അന്ന ഡെങ്കലിൻ്റെ കാര്യസ്വവും സുവിശേഷ മൂല്യങ്ങളും ഉൾക്കൊണ്ട് ആഗോളതലത്തിൽ സ്വയം വിമർശനത്തിന് തുടക്കമിട്ടു. വൈദ്യരംഗം മാത്സര്യത്തിൻ്റെ പാതയിലേക്ക് മാറുകയും ഒട്ടേറെ സന്യാസ സമൂഹങ്ങൾ ചികിത്സാ രംഗത്തേക്ക് വരികയും ചെയ്തപ്പോൾ രോഗം സുഖപ്പെടുത്തുന്നതിനുള്ള ശുശ്രൂഷകൾക്കുപരി രോഗം തടയുവാനുള്ള സ്വയം പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും സിസ്റ്റേഴ്സ് മുന്നിട്ടിറങ്ങി.
രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആഹ്വാനമനുസരിച്ച് പല ആശുപത്രികളും പ്രാദേശിക രൂപതകൾക്കോ മറ്റ് സന്യാസ സമൂഹങ്ങൾക്കോ കൈമാറുകയും ബാക്കിയുള്ളവ അത്യാവശ്യ സേവനങ്ങൾ നൽകുന്നതിനായി നിലനിർത്തി പോരുകയും ചെയ്തു. IHM ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഭരണങ്ങാനം ഇന്നും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നു. മനുഷ്യനെ വീണ്ടും വീണ്ടും രോഗികളാക്കുന്ന പ്രതിഭാസത്തിൻ്റെ പിന്നിലുള്ള അനാരോഗ്യകരമായ ചുറ്റുപാടുകളും പട്ടിണിയും അഴിമതി നിറഞ്ഞ സമൂഹവും എല്ലാം സിസ്റ്റേഴ്സിൻ്റെ പരിചിന്തനത്തിന് വിധേയമായി. ജീവിതശൈലിയിലും ഭരണഘടനയിലും വരുത്തിയ മാറ്റത്തിൻ്റെ ഫലമായി കൂട്ടായ ജീവിതം നൽകുന്ന സുരക്ഷിതത്വം, സൗകര്യമുള്ള സന്യാസ ഭവനങ്ങൾ, സഭാവസ്ത്രം, ദിനചര്യ എന്നിവയിലും ചില മാറ്റങ്ങൾ വരുത്തി. സന്യാസം ദൈവജന സേവനത്തിനു വേണ്ടി ആണെന്നുള്ള തിരിച്ചറിവ് സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസികളുടെയും ദളിതരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുടെയും എയ്ഡ്സ്, ക്യാൻസർ രോഗബാധിതരുടെയും നീതി നിഷേധിക്കപ്പെട്ടവരുടെയും കുറ്റവാളികളുടെയും ജീവിത പ്രശ്നങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ സിസ്റ്റേഴ്സിനെ പ്രേരിപ്പിച്ചു. കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തെ തടയുന്നതിനും മാനസിക ആരോഗ്യം പരിപോഷിപ്പിക്കുന്നതിനും സാന്ത്വന പരിചരണത്തിനും സിസ്റ്റേഴ്സ് പ്രത്യേകം പ്രാധാന്യം നൽകി വരുന്നു. സമാന ചിന്താഗതിയുള്ള മറ്റ് സംഘടനകളുമായി കൈകോർത്ത് സേവനം ചെയ്യുമ്പോൾ ദൈവജനത്തിൻ്റെ വേദനകളിൽ ഈശോയെ തിരിച്ചറിയുകയും അത് ദൈവിക അനുഭവങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ആധ്യാത്മികതയെ ഉൾക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യരംഗത്ത് എന്നും പുതിയ മാനങ്ങൾ കണ്ടെത്തുന്ന മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് സങ്കീർണങ്ങളായ സാങ്കേതിക വിദ്യകളും അത്യാധുനിക മരുന്നുകളും രോഗത്തിൻ്റെ മൂലകാരണങ്ങൾക്ക് പരിഹാരമല്ലെന്നും അവയുടെ പരിണിത ഫലങ്ങൾ ഭാവിക്ക് നല്ലതല്ലെന്നും മനസ്സിലാക്കി രോഗപ്രതിരോധ ശേഷിയും രോഗനിവാരണ ശക്തിയും ലഭ്യമാക്കുന്ന ഹോളിസ്റ്റിക് ചികിത്സാ രീതികൾക്കും ഇന്ന് പ്രാധാന്യം നൽകുന്നു. ഈശോ വാഗ്ദാനം ചെയ്ത ജീവൻ്റെ സമൃദ്ധി എല്ലാ തലങ്ങളിലും സാധ്യമാക്കാൻ പരിശ്രമിക്കുന്ന മെഡിക്കൽ മിഷൻ സന്യാസ സമൂഹം ഇന്ന് ലോകത്തിൽ 18 രാജ്യങ്ങളിലായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്ത്യയിൽ കേരളം, തമിഴ്നാട്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, മഹാരാഷ്ട്ര, ഡൽഹി, ആസാം, മേഘാലയ, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നു. ആതുര ശുശ്രൂഷ, വചനപ്രഘോഷണം, സാമൂഹ്യ സേവനം, കുടുംബ പ്രേഷിതത്വം, മരുന്നില്ലാത്ത ചികിത്സാ രീതികൾ, നിയമസഹായം, യുണൈറ്റഡ് നേഷൻസിലെ പ്രാതിനിധ്യം, വനിതാ ശിശുക്ഷേമ പദ്ധതികൾ, കൗൺസിലിംഗ്, മദ്യപാന ചികിത്സ, പാസ്റ്ററൽ ആൻഡ് പാലിയേറ്റീവ് കെയർ തുടങ്ങിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ 3 പ്രോവിൻസുകൾ ഉള്ളതിൽ സൗത്ത് ഇന്ത്യ പ്രോവിൻസിൻ്റെ ആസ്ഥാനം കോട്ടയത്താണ്. ആശുപത്രികൾ തുടങ്ങി പരിപാലിച്ചു വളർത്തി പരിപോഷിപ്പിച്ച് മറ്റ് കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടവ നിരവധിയാണ്. എല്ലാം തന്നെ നല്ല രീതിയിൽ ഇന്നും നടത്തപ്പെടുന്നുണ്ട് എന്നതും ചരിതാർത്ഥ്യം നൽകുന്നു. 5 ഭൂഖണ്ഡങ്ങളിലെ 18 രാജ്യങ്ങളിൽ പ്രവർത്തന നിരതരായിരിക്കുന്ന മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയരായി ഈശോയുടെ സൗഖ്യദായക ശുശ്രൂഷ കത്തോലിക്ക സഭയിൽ തുടരുകയാണ്. ഓർക്കാനും പറയാനും വാക്കുകളിൽ ഒതുക്കാനാവാത്ത 100 വർഷത്തിൻ്റെ വലിയ ചരിത്രമുണ്ട് പിന്നിൽ. ഒളിമങ്ങാത്ത ഓർമ്മകളുമായി 90 വയസ്സിലേറെയുള്ള 10ലധികം സിസ്റ്റേഴ്സ് ഈ പ്രോവിൻസിന് തന്നെയുണ്ട്. സഭയ്ക്കും സമൂഹത്തിനും അവർ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തവയാണ്. ഈ ശതാബ്ദി വർഷത്തിൽ 100-ന് 100 എന്ന രീതിയിൽ പലവിധ കർമ്മ പരിപാടികൾ
ജനറലേറ്റ് തലത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പ്രോവിൻസിന് സാധിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളാലാകുന്ന വിധം നടപ്പിലാക്കണം. ആരംഭകാലത്ത് എന്നതുപോലെ ഫണ്ട് റേസിംഗ് വഴി ധനം സമാഹരിച്ച് ഈ കർമ്മ പദ്ധതികൾ നടപ്പാക്കുവാനാണ് സഭാ നേതൃത്വത്തിൻ്റെ തീരുമാനം. ഈ ജൂബിലി വർഷത്തിൽ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നവീകരണത്തിനാവശ്യമായ ധ്യാനങ്ങളും സെമിനാറുകളും പരിചിന്തനങ്ങളും സഭാതലത്തിൽ നടത്തുകയുണ്ടായി. 100 പേർക്ക് വീൽചെയർ, 100 കുട്ടികൾക്ക് പഠനസഹായം, സൗജന്യ ചികിത്സ, 3 പുതിയ ഭവനങ്ങൾ പണിത് കുടുംബങ്ങൾക്ക് കൈമാറാൻ സാധിച്ചു. കൂടാതെ 10ലേറെ ഭവനങ്ങളുടെ നിർമ്മാണത്തിൽ ഭാഗികമായി സഹായിക്കാനും കഴിഞ്ഞു. ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി വർത്തിച്ച് സ്വർഗസ്ഥ പിതാവിനെ മഹത്വപ്പെടുത്തുക എന്ന അന്ന ഡെങ്കലിൻ്റെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ സഭയ്ക്കുണ്ടായ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനുമുള്ള ഒരവസരം കൂടിയാണിത്. വ്യക്തികളുടെ വിശുദ്ധീകരണവും സന്യാസ സമൂഹത്തിൻ്റെ ആത്മീയ സത്തയിലുള്ള ആഴപ്പെടലും സൗഖ്യദായക ശുശ്രൂഷ കാലാനുസൃതമായി തുടരുവാനുള്ള കൃപയും ഈ ശതാബ്ദി വർഷത്തിൽ കൈവരിച്ചുകൊണ്ട് മുന്നേറാൻ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.